ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണപ്പോൾ ഗുരുത്വാകർഷണ ഫലം കണ്ടുപിടിച്ചു. 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 നല്ല പ്രഹസനമാണല്ലോ, എന്തു പറ്റി? പ്രഹസനമൊന്നും അല്ല അച്ഛാ, ഞാൻ പഠിക്കുന്നതാ. അല്ലെങ്കിൽ ഈ അച്ഛൻ എല്ലാം സംശയ. പഠിക്കുന്നോ? ഇത്ര പെട്ടെന്ന് നന്നായോ? ഞാൻ ശരിക്കും നന്നായി അച്ഛാ. ഇനി മുതൽ ഞാൻ എന്നും പഠിക്കും. ഞാൻ നന്നാവാൻ തീരുമാനിച്ചു. ഇന്നലെ എന്നെ ആ സുരേഷ് ചീത്ത വിളിച്ചിട്ട് പോലും ഞാൻ തിരിച്ചു പറഞ്ഞിട്ടില്ല. ആ മിടുക്കൻ, അങ്ങനെ തന്നെ വേണം. ഇനി അവൻ വിളിക്കുകയാണെങ്കിൽ മാഷിനോട് പറഞ്ഞാൽ മതി. ഓ, അവൻ തന്നെയാ സുരേഷ്, ആ മാഷ് തന്നെയാ. ശരി, ഓണം പരീക്ഷ കഴിഞ്ഞല്ലോ. ആ അച്ഛാ, കഴിഞ്ഞു. എന്തേ? റിസൾട്ട് വന്നില്ലേ? ആ പ്രോഗ്രസ് കാർഡ് ഇങ്ങെടുത്ത്. അച്ഛൻ ഒരു കാര്യം അറിഞ്ഞോ? അച്ഛൻ്റെ ആ കൂട്ടുകാരനുണ്ടല്ലോ, ആ രമേശ്. ആ രമേശ്, അയാൾക്ക് എന്ത് പറ്റി? അയാളുടെ മോനും തോറ്റു. പിന്നെ ഉണ്ടല്ലോ അവിടുത്തെ ആ വക്കീല്, അയാളുടെ മോനും തോറ്റു. അതാണെങ്കിൽ 8 നിലയും പൊട്ടി. ആ അവരുടെയും ഇവരുടെയും കാര്യമൊക്കെ ഇരിക്കട്ടെ, നിന്റെ കാര്യമാണ് ഞാനിവിടെ ചോദിച്ചേ. അച്ഛാ, ഡോക്ടറിന്റെയും വക്കീലിന്റെയും മക്കൾ എല്ലാം തോക്കുമ്പോൾ ഞാൻ മാത്രം ജയിക്കാൻ എന്താ? അച്ഛൻ ആരാ, അമേരിക്കൻ പ്രസിഡന്റോ? ആ നിന്റെ തർക്കത്തിനും കുറച്ച് കൂടുന്നുണ്ട്. പ്രോഗ്രസ് റിപ്പോർട്ട് എടുക്ക്. എല്ലാ തവണത്തെയും പോലെ എല്ലാ സബ്ജക്റ്റിനും റെഡ് മാർക്ക് തന്നെ. ഇല്ല അച്ഛാ, ഇത്തവണ എല്ലാത്തിലും റെഡ് മാർക്ക് ഇല്ല. ശരി, നീ ജയിച്ചോ? ഏത് സബ്ജക്റ്റാ ജയിച്ചേ? മലയാളം ആയിരിക്കും. അച്ഛാ, അങ്ങനെയല്ല, ടോട്ടലിൽ മാത്രം അവർ റെഡ് മാർക്ക് ഇട്ടിട്ടില്ല. നിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ സൈൻ ചെയ്യാൻ തന്നെ നാണക്കേടാവുന്നു. അച്ഛൻ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട. അച്ഛന് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനിടാം. എനിക്കിതൊന്നും നാണക്കേടില്ല. വേണ്ട വേണ്ട, അങ്ങനെ വേണ്ട, ഞാൻ ഇട്ട് തരാം, എടുക്ക്. അയ്യോ അച്ഛാ, എന്താ കാര്യം? പ്രോഗ്രസ് റിപ്പോർട്ട് എൻ്റെ കയ്യിലില്ല. പിന്നെ ആരുടെ കയ്യിലാ? അത് എൻ്റെ കൂട്ടുകാരൻ ടിൻറ്റു മേടിച്ചിട്ട് പോയി. എന്തിനാണെന്ന് അച്ഛൻ അറിയോ? ആ നീ ചിരിക്കാതെ കാര്യം പറയും. അവൻ്റെ അച്ഛനെ ഒന്ന് പേടിപ്പിക്കാന്. ശരി അച്ഛ, എന്നെ ശല്യം ചെയ്യാതെ ഞാൻ പഠിക്കട്ടെ. എന്റെ പൊന്നോ, ഇങ്ങനെയുണ്ടോ? ഇവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം എന്റെ വിധി. ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണപ്പോൾ ഗുരുത്വാകർഷണ ഫലം കണ്ടുപിടിച്ചു. ഈ ആപ്പിൾ വീഴുന്നതിന്റെ പകരം ചക്ക വീഴുന്നാൽ മതിയായിരുന്നു. ഹലോ, നിങ്ങൾ എത്ര തവണ മനുഷ്യ വിളിക്കണം? നീ എന്തിനാ ചക്കരയെ പിണങ്ങുന്നേ? ഞാൻ കോൾ ഉടനെ എടുത്തല്ലോ. നീ ഇപ്പൊ എന്തിനാ ദേഷ്യപ്പെടുന്നേ? ഞാൻ എല്ലാ ജോലിയും ചെയ്തിട്ടല്ലേ വന്ന. മിറ്റം അടിച്ചു വാരി പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ആ നിന്റെ ഡ്രസ്സും അലക്കിയിട്ടിട്ടുണ്ട്. പിന്നെ എന്തിനാ നീ അവിടെ ദേഷ്യപ്പെടുന്നേ? ആ നിനക്ക് ചായ ഇട്ട് തരാൻ മറന്നു, അതിനാണോ? നിങ്ങൾ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. ചേട്ടന് BP ആണല്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞ പിന്നെ എങ്ങനെ BP കയറാതിരിക്കും? ആ BP അല്ല ഞാൻ ഉദ്ദേശിച്ച, ഭാര്യയെ പേടി BP. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. വീഡിയോസ് മുടങ്ങാതെ കാണുക.